കാലത്ത് തന്നെ 8ൻ്റെ പണി കിട്ടി. കാലത്ത് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് കഴിച്ചത് 1 മണിക്ക് ശേഷമാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരിൽ, ഫുഡിൻ്റെ പേരിൽ അവിടെ എന്തോരം അടി നടന്നിട്ടുണ്ടാകുമെന്ന്. ബിഗ് ബോസ് ആദ്യം തന്നെ മോർണിംഗ് ആക്ടിവിറ്റി പറയുന്നു. അത് കഴിഞ്ഞ് വന്നാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ബിഗ് ബോസ് പറയുന്നു, ഒരു സ്പെഷ്യൽ ടാസ്ക് ഉണ്ട്. സാധാരണ അനൗൺസ്മെൻ്റ് ഒന്നുമല്ല, ലിവിങ് ഏരിയയിൽ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ടാണ് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്യുന്നത്. എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ തന്നെ റെഡിയാകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും? ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും ദോശയുമാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഇട്ടത്. മുട്ട എണ്ണിയെടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചു. ആ സമയത്താണ് കറക്റ്റ് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അവർ ലിവിങ് ഏരിയയിൽ വന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയാവുക, ദീപിൻ്റെ ഫിലിം പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് നടക്കാൻ പോകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്തിട്ട് ആദ്യം തന്നെ ബിഗ് ബോസിനെ അറിയിക്കുക. അതിനുശേഷം റെഡിയാവുക. ഇത് കിച്ചൺ ടീമിലെ ആളുകൾക്കും ബാധകമാണ്. അപ്പോൾ അവരെല്ലാവരും റെഡിയാവുന്ന തിരക്കിലായിരുന്നു. എന്ത് സംഭവിച്ചു? ആർക്കും ഭക്ഷണം കിട്ടിയില്ല. അറ്റത്തുനിന്ന് തുടങ്ങിയ അടിയിൽ സകലരും പെട്ടു. ഒരു കണക്കിന് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് റെഡിയാക്കി ഇങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. തിന്നാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു രീതിയാണ് ബിഗ് ബോസിൻ്റെ. ഉടനെ തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു. ഒരാൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. വിശന്നിട്ടാണ് അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്. അതിനൊരു റീസൺ കൂടിയുണ്ട്. ഇവരൊരു സ്കിറ്റ് തയ്യാറാക്കുന്നുണ്ട്. അതിലെ സ്റ്റോറി എന്താണെന്നറിയോ? ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ബിഗ് ബോസും പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവരെ എന്ത് പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് അവർ സംസാരിക്കുന്നതായിട്ടാണ്. ശ്രീരേഖ, റസ്മിൻ, ഗബ്രി, അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെ എല്ലാവരും ഉണ്ട്, പ്ലാൻ ചെയ്യാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഈ പെട്ടെന്ന് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാം കൂടി നമുക്കിട്ട് പണിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ് വായിൽ നിന്ന് നാക്ക് എടുത്തില്ല. സെയിം പണി അവർക്ക് കിട്ടി. പക്ഷേ ദിലീപ് വരുന്ന ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദിലീപിനെ കണ്ടപ്പോൾ അവരുടെ വിശപ്പും ദാഹമൊക്കെ പോയി. എന്നാലും ജിൻഡോ അതിനിടയിൽ ഭക്ഷണം ചോദിക്കാനായിട്ട് വിട്ടില്ല. ജിൻഡോ ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാനായിട്ട് കൊല്ലം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിലീപ് പറഞ്ഞു, ഞാൻ എൻ്റെ വാച്ച് വരെ എന്നെ അകത്ത് എടുക്കാനായിട്ട് സമ്മതിച്ചില്ല, പിന്നെയല്ലേ ഭക്ഷണം എന്ന് പറഞ്ഞു. അടുത്ത തവണ നോക്കാമെന്ന് പറഞ്ഞു. 10:30 കഴിഞ്ഞപ്പോൾ ബഹളം ഉണ്ടാക്കിയ ആളുകളെല്ലാവരും 1 മണി 1:30 ആയിട്ടും ഒന്നും മിണ്ടാതെ സമാധാനമായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആർക്കും ഒന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ ദിലീപിനെ കണ്ട ആ സന്തോഷത്തിലാണ്. വിശപ്പും ദാഹവും എല്ലാം മറന്നു. ചാൻസ് ചോദിക്കേണ്ട ആളുകൾ നല്ലോണം ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജിൻഡോ നല്ലോണം ചാൻസ് ചോദിച്ചു, അപ്സര ചോദിച്ചു, ശ്രീത് ചോദിച്ചു. മൊത്തത്തിൽ രസകരമായിരുന്നു ടാസ്കെല്ലാം. ദിലീപ് കലക്കി. എന്തായാലും പുതിയ സിനിമ പവി കെയർ ടേക്കർ കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.